എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു 3D ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു A4 സൈസ് പേപ്പർ ഈക്വൽ സൈസായിട്ട് മടക്കണം. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് മുറിച്ചു കൊടുക്കണം, അതും ഈക്വലായിട്ട്. ഇനി മുറിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മളിങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് 2 ലെയേഴ്സ് കിട്ടും. അതിൽ ഫസ്റ്റ് ലെയർ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മുറിക്കണം, എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം. പണ്ടത്തേക്ക് കാർഡ് എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുത്തിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെറുതെ ഡെക്കറേഷൻ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ കാർഡൊക്കെയാണ് വരുന്നത്. ഇനിയും കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ പറക്കണ കാർഡൊക്കെ ആയിരിക്കും. എന്താണല്ലേ ന്യൂ ജനറേഷൻ്റെ ഒരു പോക്കേ. ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടി നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ ഞാൻ ഇനി കേക്കിൻ്റെ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് കളറാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി കൊടുക്കണത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ? എല്ലാം കൂടി പറഞ്ഞിട്ട് പറയാനും പറ്റുന്നില്ല. അതൊക്കെ പോട്ടെ. ഇനി ഞാൻ സെക്കൻഡ് ലെയറിലും അതുപോലെ തന്നെ കോപ്പി ചെയ്യണേ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കുറച്ച് ക്രീംസൊക്കെ ഇങ്ങനെ ചുറ്റും കൊടുക്കാമെന്നായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്, കുറേ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അലമ്പാവും. അതുകൊണ്ട് ഇത്രയും തന്നെ മതി എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. അതിന് ഞാൻ യൂസ് ചെയ്യണത് ബ്ലാക്ക് ബ്രഷ് പെന്നാണ് കേട്ടോ. എൻ്റെ ബ്രഷ് പെന്നൊക്കെ ഏകദേശം തീരാറായി. ബ്ലാക്കൊക്കെ മേടിച്ചത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, പെട്ടെന്ന് തന്നെ തീരും. ഇനി അടുത്തതായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പേപ്പറും കൂടി എടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ പേപ്പർ എടുക്കണത്. ഇനി അത് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടൊരു ക്യൂട്ട് വരാത്തതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഒരു പിങ്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ചിലവരുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫ്രണ്ടിലും എഴുതും അതിൻ്റെ ഉള്ളിലും എഴുതും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് ഫ്രണ്ടിലും ഹാപ്പി ബർത്ത്ഡേ ഉള്ളിലും ഹാപ്പി ബർത്ത്ഡേ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിൽ എഴുതണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.